നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ടോപ്പിക്കാണ്. കൃഷി പരിസ്ഥിതി എന്നുള്ള ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. പലതരത്തിലുള്ള കൃഷി രീതികൾ, പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, അതൊക്കെ ഒരുപാട് ചേർന്ന് ചോദിക്കുന്നത്. അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. എന്താണ്? എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യത്തെയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അതുപോലെ ദാരിദ്ര്യഭീതിയോ പോഷകാഹാര കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബില്ല് ലോക്സഭ പാസ് ചെയ്ത് ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് ലോക്സഭ പാസ്സാക്കി. അതുപോലെ തന്നെ അതിൻ്റെ ആ പദ്ധതി എന്ന് വെച്ചാൽ എന്താണ്? കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന വിതരണം ചെയ്യുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ലക്ഷ്യം. കുറഞ്ഞ നിരക്കെന്ന് പറയുമ്പോൾ 3 രൂപയ്ക്ക് അരിയും 2 രൂപയ്ക്ക് ഗോതമ്പും വിതരണം ചെയ്യുക. അതാണ് ഭക്ഷ്യസുരക്ഷാ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ എന്താണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധികളാണ്. നോക്കിക്കേ, കാർഷിക മേഖലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിയേ. ഒന്നാമതായിട്ട് എന്താണ്? കൃഷിയിടങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണം, പിന്നെ കാലാവസ്ഥാ മാറ്റം, വില നഷ്ടം, ഉൽപാദന ചെലവ്, വിള നഷ്ടം, സ്ഥലപരിമിതി, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. ഇതൊക്കെ എന്താണ്? കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളാണ് അല്ലേ. അപ്പോൾ ഇതിന് അതാണ് ജസ്റ്റ് ഓർത്ത് എന്തൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്ത് നോക്കിയേ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാനമായിട്ടും 20 മൂലകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇവയെ അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. 20ഓളം മൂലകങ്ങളാണ് സസ്യവളർച്ചയ്ക്ക് ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അവയെ അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഉദാഹരണം പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, അങ്ങനെ തുടങ്ങി 20ഓളം മൂലകങ്ങളാണ് എന്താ വേണ്ടത്? ആവശ്യമായിട്ടുള്ളത്. ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാകുന്നതിന് സൂക്ഷ്മജീവികളുടെ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ് അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് കൃഷിയിടങ്ങളിലൊക്കെ പയർ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് അല്ലേ. അതെന്താണ്? അവർക്ക് നൈട്രജൻ കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ തന്നെ വളപ്രയോഗം വഴിയും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. മണ്ണിൻ്റെ pH മൂല്യം സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവും pH മൂല്യവും മണ്ണ് പരിശോധനയോട് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ പയറുവെടികളൊക്കെ, പയറിൻ്റെയൊക്കെ വേരിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് ചെയ്യുന്നു? നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയകളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പയർ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. പിന്നെ pH മൂല്യമൊക്കെ അനുസരിച്ച് പലതരത്തിലുള്ള pH കുറവുള്ളതിനും കൂടുതലുള്ളതിനും ഒക്കെ കുമ്മായമൊക്കെ ചേർക്കുന്ന നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരുപാട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. മണ്ണിൻ്റെ ഘടന നശിക്കുന്നു. അതുപോലെ തന്നെ മണ്ണിലെ സൂക്ഷ്മ ജീവികൾ നശിച്ചു പോകുന്നു. പിന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, ഇതൊക്കെ ഈ അശാസ്ത്രീയമായ വളപ്രയോഗം കാരണം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ്. ഇനി അതിനകത്ത് വളം തരുന്ന ജീവാണുക്കൾ എന്താണ്? മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളെയാണ് ജീവാണുവളങ്ങളെന്ന് പറയുന്നത്. എന്താണ്? ജീവാണുവളങ്ങൾ. ഈ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുന്നത് വഴി മണ്ണിലെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. എന്തൊക്കെയായിരിക്കും? അതായത് മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതിനായിട്ട് റൈസോബിയം, അസറ്റോബാക്ടർ, പിന്നെന്താണ് അസോസ്പെറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും പിന്നെ അസോള എന്നൊരു ജലസസ്യമാണ്, അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് ജീവാണുവളങ്ങൾ എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ വളങ്ങൾ. എക്സാമ്പിൾ പറയുമ്പോൾ റൈസോബിയം, അസറ്റോബാക്ടർ, പിന്നെന്താണ് അസോസ്പൈറിലം തുടങ്ങിയ ബാക്ടീരിയകൾ. പിന്നെ ജലസസ്യമാണ് ഇത് അസോള എന്ന് പറയുന്ന ജലസസ്യവും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ്? മണ്ണിൽ ജൈവ വളലഭ്യത ഉറപ്പുവരുത്തണം. പിന്നെ ജലസേചനം നന്നായിട്ട് കൊടുക്കണം. പിന്നെ രാസവളങ്ങളും രാസകീടനാശിനികളും
ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ ജീവാണു വളങ്ങൾ എന്താണെന്ന് ഓർത്തിരിക്കുക, ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഈ കീടങ്ങളുടെ ആക്രമണം, അല്ലേ? അത് മറികടക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കീടങ്ങളെ മുഴുവനായിട്ടും കൊന്നൊടുക്കുക എന്നതാണ് രാസ കീടനാശിനിയുടെ രീതി, അല്ലേ? എന്ത് ചെയ്യുന്നു, കീടങ്ങളെ മുഴുവനായിട്ടും കൊന്നൊടുക്കുന്നു. എന്നാൽ ഈ കീടങ്ങൾ അതിജീവന ശേഷി നേടുന്നതോടെ വീര്യം കൂടിയ കീടനാശിനികൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. ആദ്യം കുറച്ചൊക്കെ തളിച്ചാൽ മതിയാവും, ഒക്കെ നശിച്ചു പോകും. പക്ഷേ ഈ ജീവികളുടെ കീടങ്ങളുടെ അതിജീവന ശേഷി കൂടുന്നതിനനുസരിച്ച് വീര്യം കൂടിയ കീടനാശിനികൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അവ മുഴുവനായിട്ട് കൊന്നൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ രാസ കീടനാശിനികളുടെ അമിത പ്രയോഗം കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ, ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നതിന് കാരണം എന്താണ്, കീടനാശിനികളുടെ ഉപയോഗമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? ഈ രാസ കീടനാശിനികളല്ലാണ്ട് നമുക്ക് പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ നോക്കുന്നത്. അതിലാണ് ഒന്നാമത്തെ നമുക്ക് പറയാൻ പോകുന്നത് സംയോജിത കീട നിയന്ത്രണ മാർഗം. എന്താണ് IPM എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അതാണ് IPM. എന്താണ്? സംയോജിത കീട നിയന്ത്രണ മാർഗം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുന്നതിന് പകരം കീടങ്ങളുടെ പെരുകൽ തടയുകയും അത് വിളനഷ്ടമുണ്ടാകാത്ത രീതിയിൽ കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ഈ സംയോജിത കീട നിയന്ത്രണ രീതി എന്ന് പറയുന്നത്. മുഴുവനായിട്ടും കൊന്നെടുക്കുന്നില്ല, എന്താ ചെയ്യുന്നത്, അവയുടെ പെരുകൽ തടയുന്നു, കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് സംയോജിത കീട നിയന്ത്രണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് IPM എന്ന് പറയുന്നത്. ഓക്കെ, ഈ കീടനാശിനിയുടെ പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, അതുപോലെ മിത്ര കീടങ്ങൾ, അതുപോലെ യാന്ത്രിക കീട നിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ഈ ആവാസ വ്യവസ്ഥയ്ക്ക് അധികം പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് കീടനിയന്ത്രണം സാധ്യമാകുന്നു. രാസവളങ്ങൾ ഉപയോഗിക്കാതെയും അതുപോലെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പോൾ പറഞ്ഞ മിത്ര കീടങ്ങൾ, അതുപോലെ ജൈവ കീടനാശിനികൾ, യാന്ത്രിക കീടനിയന്ത്രണം, പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ എങ്ങനെ കീടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, കീടങ്ങൾ പെരുകാൻ കാരണം എന്താണ്? അതായത് ഈ കീടങ്ങളെ ഭക്ഷിക്കുന്ന, കീടങ്ങളെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് ഇതിങ്ങനെ പെരുകാനായിട്ട് കാരണം. അപ്പോൾ കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്ന കീടങ്ങളെയും പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം, അല്ലേ? അതാണ്, അതായത് കീടങ്ങളെ തിന്നൊടുക്കുന്ന ജീവികളുടെ എണ്ണം കുറയുന്നതാണ് ഇതിങ്ങനെ പെരുകാനായിട്ട് കാരണം. ഇനി ഇതുകൂടാതെ തന്നെ ആധുനിക ചില സാങ്കേതിക വിദ്യകളുണ്ട് ഈ കീടങ്ങളെ ഇതാക്കാനായിട്ട്. അതായത് രാസ കീടനാശിനി നിർമ്മാണം വൻ വ്യാവസായികമായി വളർന്നതോടെ ഇതര കീടനിയന്ത്രണ മാർഗങ്ങളിലെ ഗവേഷകർ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അതിനകത്ത് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്താമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സാധാരണ കർഷകർ ഉപയോഗിക്കുന്നില്ല, എങ്കിൽ പോലും അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ നിർത്താം. പിന്നെ ഒരെണ്ണമാണ് വികിരണങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളുടെ പ്രജനന ശേഷി എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കാം. അതൊരു മറ്റൊരു മാർഗ്ഗമാണ് വികിരണങ്ങൾ ഉപയോഗിച്ചിട്ട്. പിന്നെ ഒരെണ്ണമാണ് ഫിറോമോണുകളുടെ കെണി. ഫിറോമോൺ എന്ന് വെച്ചാൽ എന്താണ്, അവയുടെ ഇരയെ അല്ലെങ്കിൽ അവയുടെ ഇണയെ അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടുള്ള ഒരു ഹോർമോണാണ് ഫിറോമോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിറോമോൺ കെണി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുന്നത്, സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജീവികൾ പുറത്തു വരുന്ന ഫിറോമോൺ കണികളുടെ എന്ത് ചെയ്യുന്നു, രാസഘടന യിലുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവയെ നശിപ്പിക്കുന്ന രീതിയാണ് ഈ ഫിറോമോൺ കെണി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഫിറോമോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണയെ ആകർഷിക്കാനായിട്ടുള്ള ഹോർമോണാണ് ഫിറോമോൺ. അപ്പോൾ അതുപയോഗിച്ച് ഈ കീടങ്ങളെ ഒക്കെ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് ആകർഷിച്ച് കൊണ്ടുവന്നിട്ട് അവയെ നശിപ്പിക്കുന്ന രീതിയാണ് ഈ ഫിറോമോൺ. അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ, പിന്നെ വികിരണങ്ങൾ ഒക്കെ ഉപയോഗിച്ച് കീടങ്ങളെ ഒരു പരിധി നിർത്താം. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഈ ഫിറോമോൺ കണികകൾ കാറ്റും ചൂടുമേറ്റ് ബാഷ്പീകരിക്കപ്പെടും. അതുപോലെ തന്നെ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. പക്ഷേ രാസഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഫിറോമോൺ കണികകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു പോരായ്മ എന്ന് വെച്ചാൽ ഇതാണ്, വെള്ളത്തിൽ ലയിച്ചു ചേരും. അതുകൊണ്ട് തന്നെ കാറ്റും ചൂടും ഒക്കെ ഏറ്റു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ബാഷ്പീകരിക്കുമ്പോൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഫിറോമോൺ അല്ലേ, അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. എങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ കീടങ്ങളെ നിയന്ത്രിക്കാമെന്നാണ് പറയുന്നത്. സംയോജിത കീടനിയന്ത്രണ മാർഗം, പിന്നെ മിത്ര കീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം, ജൈവ കീടനാശിനികൾ, ഇപ്പം പറഞ്ഞ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ, വികിരണങ്ങൾ ഉപയോഗിച്ചിട്ട്
ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തുന്നത്, പിന്നെ ഫിറോമോൺ, കൃത്രിമ ഫിറോമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കീടനിയന്ത്രണ മാർഗങ്ങൾ. ഇനി അടുത്തൊരു പോയിന്റാണ്, നമുക്കറിയാം ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കണം അല്ലേ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ വളങ്ങളും കീടനാശിനികളുടെ ഉപയോഗവും വ്യാപകമായി. അപ്പോൾ അങ്ങനെ ഈ വിത്തും വളങ്ങളെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ, HEIA. അതായത് പുറത്തുനിന്നാണ് വിത്തും വളമൊക്കെ പുറത്തുനിന്നാണ് കൃഷിസ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതിന് പറയുന്നതാണ് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഇനിയും ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്തായിരിക്കും? ലോ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാക്കുന്നതാണ് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ. ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ, പുറത്തുനിന്നുള്ള നിങ്ങളുടെ കുറച്ച് വരുന്നത്. ഇനി അടുത്തത് പുറത്തുനിന്നൊന്നും കൊണ്ടുവരുന്നില്ലാത്ത കൃഷി രീതിയുണ്ട്. സ്വയം പര്യാപ്തമായ പുറമേ നിന്നൊന്നും കൊണ്ടുവരാത്ത തരത്തിലുള്ള കൃഷി രീതിയാണ് നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, NEIS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 പറഞ്ഞു: ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ, നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അപ്പോൾ അത് 3 ഓർക്ക്. പുറത്തുനിന്ന് ഒരുപാട് വിത്തും വളം കൊണ്ടുവരുവാണെങ്കിൽ ഹൈ എക്സ്റ്റേണൽ, പുറത്തുനിന്നുള്ള വളങ്ങളുടെയൊക്കെ ഉപയോഗം കുറവാണെങ്കിൽ ലോ എക്സ്റ്റേണൽ. ഇനിയും അതായത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കുന്ന രീതിയിൽ സ്വയം പര്യാപ്തമായ പുറമേ നിന്നൊന്നും ഉപയോഗിക്കാത്ത തരത്തിലുള്ളതാണെങ്കിൽ നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അങ്ങനെ 3 തരത്തിലുള്ളത്. അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. എന്താ ഫുൾ ഫോം ഓർത്തിരിക്കുക: ഹൈ എക്സ്റ്റേണൽ, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ, പിന്നെ നോ എക്സ്റ്റേണൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഈ വളങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് കാരണം മണ്ണിൻ്റെ ബലഭൂഷ്ടി കുറഞ്ഞു വരുന്നു അല്ലേ. ബലഭൂഷ്ടി കുറഞ്ഞു വരികയും അതുപോലെ തന്നെ ഈ അതിജീവന ശേഷിയുള്ള കീടങ്ങൾ ഒരുപാട് പെരുകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അതിജീവന ശേഷി കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ വളങ്ങളുടെ നമ്മൾ ഉപയോഗിക്കുന്ന രാസായനിക കീടനാശിനികളുടെ അളവും കൂട്ടുന്നല്ലേ. അങ്ങനെ ഒത്തിരി തീവ്രമായ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മൂലം മണ്ണിൻ്റെ ബലഭൂഷ്ടി നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ ഒരുപാട് മോശമായി പോകുന്നു. അപ്പോൾ നമ്മൾ സംയോജിത കൃഷി രീതി പോലുള്ള കാര്യങ്ങളൊക്കെ അവലംബിച്ചെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിധി വരെ മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ ഇനി അടുത്ത ഒരു പ്രധാന പ്രശ്നമാണ് ഈ മാലിന്യ സംസ്കരണം അല്ലേ. അത് നമുക്ക് നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുവാണെങ്കിൽ അത് കൃഷിക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിന് എക്സാമ്പിളാണ് കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപ്പാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ, മത്സ്യത്തീറ്റ നിർമ്മാണം. ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക: കമ്പോസ്റ്റ്, ബയോഗ്യാസ് ഉൽപ്പന്നങ്ങൾ, കാലിത്തീറ്റ, കോഴിത്തീറ്റ, മത്സ്യത്തീറ്റ, അതൊക്കെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയുന്നത് പലതരത്തിലുള്ള കൃഷി മേഖലകളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ കൃഷി രീതിയെ പറ്റിയൊക്കെയാണ്. ഇനി പലതരത്തിലുള്ള കൃഷി, നമ്മൾ കാർഷികം അല്ലാണ്ട് തന്നെ പലതരത്തിലുള്ള കൃഷി രീതികൾ എന്തൊക്കെയാണ്? കന്നുകാലി പരിപാലനം അല്ലേ. കന്നുകാലികൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാലിനും മാംസാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും. അതുപോലെ അതിൻ്റെ ഇതൊക്കെ എന്താ ചാണകമൊക്കെ നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ അത് PC ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. ഇത്തിരി പാടാണ്, പക്ഷെ പഠിച്ചേ പറ്റൂ. അതിലൊന്നാമത്തെ പശുവിൻ്റെ ഇനങ്ങളാണ് എന്തൊക്കെയാണ്? ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രിഷ്യൻ, വെച്ചൂർ. എന്തൊക്കെയാണ്? ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രിഷ്യൻ, വെച്ചൂർ. ഇതൊക്കെ പശുവിൻ്റെ ഇനങ്ങളാണ്. ഇനി എരുമയുടെ ഇനങ്ങളാണ് മുറ, നീലിരവി, ബദാവരി. എന്താണ്? മുറ, നീലിരവി, ബദാവരി. അതുപോലെ ആടിൻ്റെയാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ ഏത് തരം ജീവിയുടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ആടിൻ്റെ ഇനങ്ങളാണ്. ആടിൻ്റെ ഇനങ്ങളാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. ഇനി അതുപോലെ പക്ഷികളെ നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ. പക്ഷികളുടെ കൃഷിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ നടത്തുന്നത് കോഴികളാണ്. കോഴി ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. എന്തൊക്കെയാണ്? അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. അതൊക്കെ കോഴി ഇനങ്ങളാണ്. അതുപോലെ താറാവ് ഇനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. മസ്കവി, ചാര, ചെമ്പല്ലി. അതൊക്കെ എന്താണ്? താറാവിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ കാടയില്ലേ, കാടയുടെ ഇനങ്ങളാണ് ജപ്പാനീസ് ബോംബ് വൈറ്റ്. എന്താണ്? ജപ്പാനീസ് ബോംബ് വൈറ്റ്. അതൊക്കെ കാടയുടെ ഇനങ്ങളാണ്.
ഇനി അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന വേറൊന്നാണ് സെറികൾച്ചർ. എന്താണ് സെറികൾച്ചർ? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പട്ടുനൂൽ ശലഭങ്ങളുടെ ലാർവയിൽ നിന്നും പട്ടുനൂൽ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന പട്ടുനൂൽ പുഴുക്കളുടെ പ്രധാനപ്പെട്ടതാണ് ടെസർ പട്ടുനൂൽപ്പുഴു, മുഗ പട്ടുനൂൽപ്പുഴു, അവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ. പിന്നെ മൽബറി പട്ടുനൂൽപ്പുഴു, 3 മൽബറി പട്ടുനൂൽപ്പുഴു, ടെസർ പട്ടുനൂൽപ്പുഴു, മുഗ പട്ടുനൂൽപ്പുഴു, അവയൊക്കെ എന്താണ് പട്ടുനൂൽപ്പുഴുവിൻ്റെ ഇനങ്ങളാണ്. ഇനി അടുത്തതാണ് പിസികൾച്ചർ. എന്താ പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ? മീൻ കൃഷി അല്ലേ. മീനിനെ വളർത്തുന്നതിന് പറഞ്ഞ പേരാണ്. ശാസ്ത്രീയമായ രീതിയിൽ ടാങ്കുകളിലോ, കൃത്രിമ ടാങ്കുകളിലോ അല്ലെങ്കിൽ വയലുകളിലോ ഒക്കെ മീനിനെ വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മീൻ നമുക്കറിയാവുന്നതുണ്ട്, ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് കരിമീൻ, രോഹു, കട്ല, അങ്ങനത്തെയൊക്കെ. അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളായ ഗോൾഡ് ഫിഷ്, ഗപ്പി തുടങ്ങിയവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പിസികൾച്ചറിലൂടെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളർത്താവുന്ന ചെമ്മീൻ്റെ ഇനങ്ങളാണ് നാരൻ, കാര. എന്തൊക്കെയാണ്? നാരൻ, കാര, അത് രണ്ടും ചെമ്മീനാണ്, ചെമ്മീൻ്റെ ഇനങ്ങളാണ്. അലങ്കാര മത്സ്യം ഏതൊക്കെയാണ്? ഗോൾഡ് ഫിഷ്, ഗപ്പി. ഇനി അതുപോലെ പിസികൾച്ചർ പറഞ്ഞു. ഇനി അടുത്തതാണ് ഫ്ലോറികൾച്ചർ. എന്താണ്? പൂക്കളുടെ അല്ലേ, ഫ്ലോറികൾച്ചർ. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം അങ്ങനെയുള്ള വിപണന സാധ്യതയുള്ള പൂക്കളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. എന്തൊക്കെയാണ്? മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം അങ്ങനെയുള്ള പൂക്കൾ. ഇനി അടുത്തതാണ് എപ്പികൾച്ചർ. എന്താണ് എപ്പികൾച്ചർ? തേനീച്ച വളർത്തൽ അല്ലേ. ശാസ്ത്രീയമായ രീതിയിൽ തേനീച്ച വളർത്തുന്നതിനെയാണ് എപ്പികൾച്ചർ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഈ തേനീച്ചകളുടെ പേരാണ് കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ. അവയൊക്കെ എന്തിൻ്റെ ഇനങ്ങളാണ്? തേനീച്ചയുടെ ഇനങ്ങളാണ്. ഔഷധ ഗുണത്തിനും അതുപോലെ തന്നെ പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേനെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട തേനീച്ചകളുടെ ഇനമാണ് കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? ക്യൂണികൾച്ചർ. എന്താണ് ക്യൂണികൾച്ചർ? മുയൽ വളർത്തുന്നത് അല്ലേ. ശാസ്ത്രീയമായ രീതിയിൽ മുയലുകളെ വളർത്തുന്നതിനെയാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. മാംസത്തിന് വേണ്ടിയും അതുപോലെ അലങ്കാരത്തിനുമായിട്ട് വളർത്തുന്നതാണ് ഗ്രേ ജെയിൻറ്റ്, വൈറ്റ് ജെയിൻറ്റ് അങ്ങനെയുള്ളതിനെയൊക്കെ വളർത്തുന്നു. പിന്നെ രോമത്തിന് വേണ്ടി വളർത്തുന്നതാണ് അങ്കോറ. ഏതാണ്? അങ്കോറ. ഇപ്പോൾ മുയലുകളുടെ ഇനങ്ങളാണ് ഗ്രേ ജെയിൻറ്റും വൈറ്റ് ജെയിൻറ്റും മാംസത്തിനും അലങ്കാരത്തിനുമായിട്ട്. ഇനി രോമത്തിന് വേണ്ടി വളർത്തുന്നതാണ് അങ്കോറ. ഏതാണ്? അങ്കോറ. ക്യൂണികൾച്ചർ അപ്പോൾ എന്താണ്? മുയലുകളുടെ കൃഷി, മുയലുകളെ വളർത്തുന്ന രീതി. ഇനി അടുത്തതാണ് മഷ്റൂം കൾച്ചർ അല്ലേ. കൂൺ വളർത്തുന്ന രീതിയാണ് മഷ്റൂം കൾച്ചർ. അപ്പോൾ പോഷകമൂല്യമുള്ളതും അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷ്യവിഭവമാണ് കൂണെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കൂണ് പാൽക്കൂണ്, ചിപ്പിക്കൂണ്, അതൊക്കെയാണ് കൂണിൻ്റെ ഇനങ്ങൾ. ഇനി അടുത്തതാണ് ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയ രീതിയിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട അങ്ങനെ കൃഷി ചെയ്യുന്ന പഴങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാടൻ പഴങ്ങളെ കൂടാണ്ട് പീച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ നമ്മുടെ നാട്ടിലുള്ളതല്ല, അന്യദേശ പഴങ്ങളാണ്. അതും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷി രീതി. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ഔഷധ സസ്യങ്ങളുടെ കൃഷി അല്ലേ. ഔഷധ സസ്യങ്ങളുടെ കൃഷി. ഭാരതീയ ചികിത്സാ രീതിയെ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആയുർവേദത്തിന് പ്രചാരം വർദ്ധിച്ചതോടുകൂടി ഇപ്പോൾ വളരെയധികം നമ്മുടെ ഔഷധ സസ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവയെ വളർത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നത്? കൃഷിയിൽ ഔഷധ സസ്യങ്ങളുടെ കൃഷിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മളിത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കന്നുകാലി പരിപാലനം. പ്രധാനപ്പെട്ട പശു ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? ജെർസി, ഹോൾസ്റ്റീൻ, ഫ്രിഷ്യൻ, വെച്ചൂർ. പിന്നെ എരുമയാണെങ്കിൽ മുറ, നീലിരവി, ബദാവരി. ആടാണ് തലശ്ശേരി, ജംനാപാരി, ബോയർ. പിന്നെ പക്ഷികളെ വളർത്തുന്നത് അല്ലേ, കോഴി. പ്രധാനപ്പെട്ട കോഴി ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. താറാവാണെങ്കിൽ മാസ്കവി, ചാര, ചെമ്പല്ലി. ഇനി കാടയാണ് ജപ്പാനീസ്, ബോംബ്, വൈറ്റ്. പിന്നെ സെറികൾച്ചർ എന്തെന്നാ പറഞ്ഞേ? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ. പ്രധാന പട്ടുനൂൽപ്പുഴുവാണ് മൽബറി പട്ടുനൂൽപ്പുഴു, ടെസർ പട്ടുനൂൽപ്പുഴു, മുഗ പട്ടുനൂൽപ്പുഴു. അതുപോലെ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ. നമുക്കറിയാവുന്ന മീനിനെ കൂടാണ്ട് തന്നെ എന്തൊക്കെയുണ്ട്? കരിമീൻ, രോഹു, കട്ല. പിന്നെ അലങ്കാര മത്സ്യങ്ങളാണ് ഗോൾഡ് ഫിഷ്, ഗപ്പി. പിന്നെ ചെമ്മീൻ്റെ 2 ഇനങ്ങളാണ് നാരൻ, കാര. അത് രണ്ടും ചെമ്മീൻ്റെ ഇനങ്ങളാണ്.
പിന്നെ പൂക്കളെ വ്യാവസായികമായിട്ട് വളർത്തുന്നതാണ് ഫ്ലോറികൾച്ചർ. പിന്നെ എപ്പികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്, തേനീച്ച വളർത്തുന്നതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട തേനീച്ചകളുടെ ഇനങ്ങളാണ് കോലൻ, മെല്ലിഫറ, ഞൊടിയൻ. ഓക്കെ, അതൊക്കെ പ്രധാനപ്പെട്ട തേനീച്ചകളെ ഇനങ്ങളാണ്. പിന്നെ ക്യൂണികൾച്ചർ എന്തായിരുന്നു, മുയലുകളെ ശാസ്ത്രീയമായിട്ട് വളർത്തുന്നതാണ്. അതിനുവേണ്ടി മാംസത്തിനും അലങ്കാരത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന മുയലുകളാണ് ഗ്രേ ജെയിൻറ്റ്, വൈറ്റ് ജെയിൻറ്റ് തുടങ്ങിയവ. ഇനി രോമത്തിന് വേണ്ടി വളർത്തുന്നതാണ് അങ്കോറ, ഇതാണ് അങ്കോറ. പിന്നെ മഷ്റൂം കൾച്ചർ പറഞ്ഞു, ഫോൾട്ടികൾച്ചർ, പിന്നെ എന്താണ് ഔഷധ സസ്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കറിയാം ഇപ്പം നമുക്ക് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രധാന പ്രശ്നമാണ് എന്ത്, കാലാവസ്ഥാ മാറ്റം അല്ലേ. ഈ കാലാവസ്ഥാ മാറ്റം വളരെയധികം കൃഷിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കാലാവസ്ഥാ മാറ്റം കാരണം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചില ആധുനിക കൃഷി രീതികൾ നമുക്ക് പ്രചാരത്തിലുണ്ട്. അതെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്, ആ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നാമത്തതാണ് ഹോളി ഹൗസ് ഫാമിങ്. പോളി ഹൗസ് ഫാമിങ് ആ പാഠം കാണിച്ചിരിക്കുന്നതുണ്ട്. അതുപോലെ എങ്ങനെയാണ്, പോളിത്തീൻ പോലെയുള്ള സുതാര്യ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മറയ്ക്കുന്ന ആ സംവിധാനത്തിനെയാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നത് കൊണ്ട് സസ്യവളർച്ച എന്തായിരിക്കും, വളരെ വേഗത്തിലായിരിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളിയായിട്ട് എന്ത് ചെയ്യുന്നു, ഇതുങ്ങൾക്ക് നൽകുന്നു, ഈ സസ്യങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ പോളി ഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നത് കൊണ്ട് എന്തിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല, കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ വളരെ ചിലവേറിയ ഒരു കാര്യമാണെങ്കിലും പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നു, വളരെയധികം സാധാരണ കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനെക്കാട്ടിൽ വളരെയധികം കൂടുതൽ വിളവ് എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ലഭിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അതാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. പോളിത്തീൻ പോലുള്ള ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം ചിലപ്പോൾ പൂർണ്ണമായിട്ടും മറിക്കും, അല്ല കുറച്ച് സ്ഥലങ്ങൾ മാത്രം മറിക്കും. അപ്പോൾ ഇതിനുള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈർപ്പം സ്ഥിരമായിട്ട് ക്രമീകരിച്ച്, ഈർപ്പവും താപനിലയും, അതുകൊണ്ട് സസ്യങ്ങൾ പെട്ടെന്ന് വളരുന്നു. പിന്നെ പോഷകങ്ങളുള്ള വെള്ളമാണ് ഇവയ്ക്ക് തളിച്ചു കൊടുക്കുന്നത്. പിന്നെ വലകളൊക്കെ വശങ്ങളിലൊക്കെ വലകൾ കൊണ്ട് മറയ്ക്കുന്നത് കൊണ്ട് കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സാധാരണ തുടക്കത്തിൽ കുറച്ച് പൈസയാണെങ്കിലും പക്ഷെ വളരെയധികം വിളവ് കൂടുതൽ ലഭിക്കാനായിട്ട് സഹായിക്കും. ഇനി അടുത്ത ഒരെണ്ണമാണ് പ്രിസിഷൻ ഫാമിംഗ്. എന്താണ്, കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം തുടങ്ങിയവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിക്കുന്നു. അതിനുശേഷം അതിൽ അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ചെയ്യുന്ന കൃഷിരീതിനെയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്തുന്നതിനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും സഹായിക്കും. അതായത് മണ്ണിനെ ഈ ഷീറ്റ് വെച്ച് പൊതിയുന്ന കാരണം അധികം ആവശ്യമില്ലാത്ത കളകൾ വളർന്നു വരത്തുമില്ല, തന്നെയല്ല വെള്ളം അധികം നഷ്ടപ്പെടത്തുമില്ല, അതിന് ചോട്ടിൽ തന്നെ വെള്ളം കിട്ടുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, മണ്ണിൻ്റെ സ്വഭാവം, മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം അങ്ങനെ ആധുനിക വിദ്യ ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷം അതിനനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനിയും നമുക്കറിയാം ഇത് രണ്ടെണ്ണം എന്താണ്, കാലാവസ്ഥയെ മറികടക്കാനായിട്ടുള്ള ആധുനിക രീതിയാണ്. പിന്നെ നമുക്കൊരു മെത്തേഡാണ് മണ്ണില്ലാതെയും കൃഷി ചെയ്യുക അല്ലേ. ഏതൊക്കെയാണത്, രണ്ട് മെത്തേഡാണ് ഉള്ളത്, ഹൈഡ്രോപോണിക്കും എയറോപോണിക്കും. ഏതൊക്കെയാണ്, ഹൈഡ്രോപോണിക്കും എയറോപോണിക്കും. ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്നതിനെയാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത്. ഇനി എയറോപോണിക് ആണെങ്കിലോ, എയറോപോണിക് എന്ന് പറയുമ്പോഴത്തേനും വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്നതിനെയാണ്. അപ്പോൾ പോഷകങ്ങൾ എന്ത് ചെയ്യുന്നു, വേരുകൾക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു, അതിനെയാണ് എയറോപോണിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും മണ്ണില്ലാതെയുള്ള കൃഷി രീതികളാണ്, ഹൈഡ്രോപോണിക്കും എയറോപോണിക്കും കേട്ടോ, അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞ, പ്രിസിഷൻ ഫാമിംഗ് പറഞ്ഞു, പിന്നെ എന്താണ് പോളി ഹൗസ് ഫാമിംഗ് പറഞ്ഞു, പിന്നെ മണ്ണില്ലാത്തുള്ള രണ്ട് കൃഷി രീതികളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന വിളകളാണ്, മാവിൻ്റെ ഇനങ്ങളാണ് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, അല്ല അറിയാവുന്നതല്ലേ, വാഴ, ഞാലിപ്പൂവൻ, പാളയംതൊടൻ, അതൊക്കെ സാധാരണ നമ്മളിവിടെ കാണപ്പെടുന്ന വാഴകളുടെയും മാവിൻ്റെയൊക്കെ ഇനങ്ങളാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന നമ്മളിപ്പോൾ കുറച്ച് പശു ഇനങ്ങൾ പഠിച്ചു. പിന്നെ അല്ലാണ്ട് നമുക്ക് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ് വെച്ചൂറ്, കാസർഗോഡ് കുള്ളൻ, അതൊക്കെ പശുവിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ ആടിൻ്റെ ആണെങ്കിൽ മലബാറി, അട്ടപ്പാടി, ബ്ലാക്ക്, അതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന നമുക്കറിയാവുന്ന അതാണ്.
ഇനി അടുത്തതൊരു മെത്തേഡാണ് എന്താണ് താങ്ങാവുന്ന കൂട്ടായ്മകൾ. അതായത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കാനും വാങ്ങാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കർഷക സംഘങ്ങളുണ്ട്. അങ്ങനത്തെ കർഷക സംഘങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുരുമുളക്, നാളികേരം, അടയ്ക്ക, നെല്ല്, പച്ചക്കറി അങ്ങനെയുള്ള വിഭവങ്ങൾ സംഭരിക്കാനുള്ള സൗകര്യവും വിപണിയോടൊപ്പം ഒരുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് അവർ ചെയ്യുന്നതിൻ്റെ ആ മെച്ചമായ രീതിയിലുള്ള ഗുണം അവർക്ക് തന്നെ കിട്ടും. പൈസ അധികം വിധിച്ചു പോകാണ്ട് കർഷകന് നേരത്തെ തന്നെ കിട്ടാൻ പറ്റും. അതുപോലെ ഈ ഓൺലൈൻ കൂട്ടായ്മകളും ഉണ്ട്. ജൈവ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർ ഏറിയതോടുകൂടി കർഷകരുടെ ഓൺലൈൻ കൂട്ടായ്മകൾ ഇപ്പോൾ വ്യാപകമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗുണമേന്മയുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് കണ്ടെത്താനും അവർക്ക് നേരിട്ട് ഓൺലൈനിലൂടെ അത് വാങ്ങാനും പറ്റും. അപ്പോൾ അത് കർഷകർക്കും ലാഭമാണ്, വാങ്ങുന്ന ആൾക്കാർക്കും നല്ല സാധനം കിട്ടുകയും ചെയ്യും. അതൊക്കെ ഇപ്പം നിലവിലുള്ള സംവിധാനങ്ങളാണ്. ഇനി ഇത് കൂടാതെയുള്ള 2-3 കൃഷി രീതികളാണ് സൺഡേ ഫാമിങ്, അതുപോലെ കുടുംബ കൃഷി അങ്ങനെയുള്ള, അതായത് മറ്റു ജോലികൾക്കിടയിലും ഒറ്റയ്ക്കും കൂട്ടായിട്ടും കൃഷി ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളാണ് സൺഡേ ഫാമിങ്. ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഒരുമിച്ച് കൂടി സൺഡേ ഫാമിങ്, കുടുംബ കൃഷി അങ്ങനെയുള്ള പേരുകളിൽ ഇപ്പോൾ സജീവമായിട്ട് കാണാറുണ്ട് അല്ലേ. പിന്നെ അതുകൊണ്ട് എന്തൊക്കെ പറ്റും, നമുക്ക് തരിശു നിലങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റും, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാം, ശരീരത്തിന് വ്യായാമം കിട്ടും, മാനസിക ഉല്ലാസം, അതൊക്കെ അതിൽ നിന്നുള്ളൊരു ഗുണങ്ങളാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ അതിനകത്ത് എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ, മട്ടുപ്പാവ് കൃഷി എല്ലാ വീടുകളിലും ഇപ്പോൾ കാണുന്നതാണ് മട്ടുപ്പാവ് കൃഷി. അതുപോലെ ഗ്രോ ബാഗിൽ, നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. വെർട്ടിക്കൽ ഫാമിങ് കണ്ടോ, അപ്പോൾ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ പോലും വീടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് അങ്ങനെ രീതിയിലൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അതായത് നല്ല ഭക്ഷണം നല്ല കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ശുദ്ധമായ ജൈവ മാലിന്യങ്ങളും മറ്റേ രാസവളങ്ങളൊന്നും കൂടാത്ത നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൃഷി എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത നമ്മൾ പരിസ്ഥിതിനെ പറ്റിയാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. പരിസ്ഥിതി, അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റാണ് ജീവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ. എന്താണ് ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഇത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ജീവമണ്ഡലത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഭൗമോപരിതലം, അന്തരീക്ഷം, സമുദ്രം എല്ലാം കൂടി ചെയ്ത് ജീവൻ കാണപ്പെടുന്ന മണ്ഡലമാണ് ജീവമണ്ഡലം എന്ന് പറയപ്പെടുന്നത്, ബയോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി കേട്ടോ. വിവിധതരം ആവാസ വ്യവസ്ഥകൾ, ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണങ്ങൾ ഇവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇക്കോളജി എന്ന് വെച്ചാൽ ജീവജാലങ്ങളും ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ജീവമണ്ഡലം എന്ന് വെച്ചാൽ ഭൂമിയിലെ ജീവൻ കാണപ്പെടുന്ന സ്ഥലം, ജീവൻ കാണപ്പെടുന്ന പ്രദേശമാണെന്ന് ജീവമണ്ഡലം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഭക്ഷ്യശൃംഖല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭക്ഷ്യശൃംഖല എന്ന് വെച്ചിട്ടുണ്ട് എന്താണ്, പലതരം ജീവികൾ ചേർന്ന് ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിനെയാണ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഉൽപ്പാദകർ ആരാണ്, പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെയാണ് ഉൽപ്പാദകർ എന്ന് പറയുന്നത്. ഈ ഉൽപ്പാദകരെ നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റ് ജീവികളെയാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ഉൽപ്പാദകരാണ് പ്രൊഡ്യൂസേഴ്സ്, സസ്യങ്ങളെ ഭക്ഷിക്കുന്ന മറ്റ് ജീവികളെ അറിയപ്പെടുന്നതാണ് കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന അവയെ പ്രാഥമിക ഉപഭോക്താവെന്നും അവയെ ആഹാരമാക്കുന്നവരെ ദ്വിതീയ ഉപഭോക്താക്കളെന്നും പറയുന്നു. ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ. അപ്പം ഇങ്ങനെ ഈ പ്രകൃതിയിലെ ആഹാരബന്ധങ്ങളെല്ലാം കൂടി ചേരുന്നതിനെയാണ് ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ആദ്യത്തേത് എന്താണ്, ഉൽപ്പാദകര്, പിന്നെ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രാഥമികം, ദ്വിതീയം, തൃതീയം അങ്ങനെ 3 തലത്തിലും വരുന്നത്. ഈ ഫിഗർ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പ്രാഥമിക ഒന്നാമത്തെ പോഷണതലമാണ് ഉൽപ്പാദകർ, സസ്യങ്ങൾ. രണ്ടാമത്തെ പോഷണതലമാണ് അവയെ ഭക്ഷിക്കുന്ന പ്രാഥമിക ഉപഭോക്താക്കൾ, സസ്യാഹാരികൾ. മൂന്നാമത്തെ പോഷണതലമാണ് മാംസാഹാരികൾ, ദ്വിതീയ ഉപഭോക്താക്കൾ. 4ാമത്തെ പോഷകതലമാണ് തൃതീയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവൾ. പോഷണതലം ഓരോന്നും വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഉപഭോക്താക്കളും ഓരോന്നും വ്യത്യാസമുണ്ട്. നല്ലതായിട്ട് തന്നെ പഠിക്കണം കേട്ടോ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ്, പുല്ലിൽ നിന്നും പുൽച്ചാടീനെ ആര് ഭക്ഷണമാക്കുന്നു, തവള ഭക്ഷണമാക്കുന്നു, തവളേനെ പാമ്പ് ഭക്ഷണമാക്കുന്നു, പാമ്പിനെ ആര് ചെയ്യുന്നു, കഴുകൻ. കണ്ടോ, അതെല്ലാം കണക്ട് ചെയ്തിട്ടാണ്, ഇങ്ങനെ ഉള്ള ഒരു ഇതിനെയാണ് ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഈ പോഷണതലങ്ങൾ മാറിപ്പോരുത്. ഭക്ഷ്യശൃംഖലയിലെ ഓരോ ജീവിയുടെയും സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാകയാൽ അവയെ ഒന്നാം പോഷണതലം, നമ്മൾ പറഞ്ഞു ഉൽപാദകർ ഒന്നാം പോഷണതലം. ഇനിയും അവിടെ നിന്ന് നേരിട്ട് സസ്യങ്ങളെ നേരിട്ട് ആഹാരമാക്കുന്നതാണ് രണ്ടാം പോഷണതലം. ഇനിയും പോഷണത്തിനായി അവയെ ആശ്രയിക്കുന്നതാണ് മാംസാഹാരികളാണ് മൂന്നാം പോഷണതലം എന്ന് പറയുന്നത്. ഈ മാംസാഹാരികളെയും ആഹാരമാക്കുന്നതാണ് നാലാം പോഷണതലം. അപ്പം ഇങ്ങനെ ഭക്ഷ്യശൃംഖലജാലം സങ്കീർണമാകുന്നതനുസരിച്ച് ഒരു ജീവി തന്നെ ഓരോ വിവിധ പോഷകതലത്തിൽ ഉൾപ്പെടാം. ഓക്കെ, അത് പഠിക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട് BSc മുമ്പ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ജീവി ബന്ധങ്ങളെ പറ്റിയാണ്. ഇവിടെ നോക്കിയേ, പൂവും പൂമ്പാറ്റയും മാവും മരവാഴയും മാനും കടുവയും പിന്നെ മാവും ഇത്തിൽക്കണ്ണിയും നെല്ലും കളകളും അല്ലേ, ഇപ്പം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് ഓരോ പേരുണ്ട്. ഇരപിടുത്തം, പരാതജീവിതം. പരാതജീവിതം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിന് ഗുണവും മറ്റേതിന് ദോഷവും അല്ലേ, അങ്ങനെയുള്ളതിനാണ് പരാതജീവനം എന്ന് പറയുന്നത്. അപ്പം ഇതിലേതാണ് അങ്ങനെ? മാവും ഇത്തിൽക്കണ്ണിയും അല്ലേ. മാവിന് എന്താണ്? ദോഷകരമാണ്, പക്ഷെ ഇത്തിൽക്കണ്ണിക്ക് ഗുണകരമാണ്. അപ്പം അങ്ങനെയുള്ള ജീവബന്ധനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? പരാതജീവനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാവും മരവാഴയും ആണെങ്കിലോ കമൻഡിലിസമാണ് അല്ലേ. ഒന്നിന് ഗുണമാണ്, മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ല. മരവാഴ സ്വന്തമായിട്ടല്ലേ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതാണ് കമൻഡിലിസം എന്ന് പറയുന്നത്. ഒന്നിന് ഗുണം, മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ല. ഇനി ഒന്നിന് ഗുണം മറ്റതിന് ദോഷമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പരാതജീവനം. ഇനി മത്സരം എന്താണ്? തുടക്കത്തിൽ രണ്ടിനും ദോഷം, പിന്നെന്താണ്? ജയിച്ചു കഴിയുമ്പോഴേക്കും ജയിക്കുന്ന ആൾക്ക് ഗുണകരം. അതായിരിക്കാം മാനും കടുവയും അല്ലേ. മത്സരമാണ്, തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, പക്ഷെ കടുവ ജയിച്ചു കഴിയുമ്പോൾ കടുവയ്ക്ക് ഗുണകരം. പിന്നെ മ്യൂച്വലിസം എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ടുള്ളത്. ഇപ്പോൾ പൂവും പൂമ്പാറ്റയും മ്യൂച്വലിസമാണ് അല്ലേ, അങ്ങനെയുള്ളത്. പിന്നെ ഇരപിടുത്തം എന്താണ്? ഇരപിടുത്തം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷം. ഇരപിടിക്കുന്നത് അതാണ് ഇരപിടുത്തമാണ് ഈ മാനും കടുവയും കേട്ടോ. ഇരപിടുത്തമാണ് മാനും കടുവയും എന്ന് പറയുന്നത്. ഒന്നിന് ഗുണകരം മറ്റേതിന് എന്താണ്? ദോഷവുമായിരിക്കും. അപ്പം അതൊന്നും കൂടി പറയാം, മാറിപ്പോളത്. ഇരപിടുത്തത്തിന് എക്സാമ്പിളാണ് മാനും കടുവയും. ഇരപിടുത്തം ഒന്നിന് ഗുണകരം മറ്റതിന് ദോഷം. ഇനി പരാതജീവനമാണ് മാവും ഇത്തിൽക്കണ്ണിയും, അതായത് ഒന്നിന് ഗുണം മറ്റതിന് ദോഷം. ഓക്കെ, അതാണ് മാവും ഇത്തിൽക്കണ്ണിയും. ഇനി മത്സരമാണെങ്കിൽ നെല്ലും കളകളുമാണ്. തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്ന ആൾക്ക് ഗുണകരം അല്ലേ. നെല്ലും കളകളും. പിന്നെ മ്യൂച്വലിസം ആണെങ്കിൽ എന്താണ്? രണ്ടിനും നല്ലതാണ്. പൂവും പൂമ്പാറ്റയും മ്യൂച്വലിസം രണ്ടുപേർക്കും ഗുണകരമാണ്. ഇനി കമൻഡിലിസം ആണെങ്കിൽ മരവും മരവാഴയും. അത് ഓർത്തിരിക്കണം കേട്ടോ, ജീവിബന്ധങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. അതാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? വനം, പിന്നെ സമുദ്രം, പുൽമേട്, പിന്നെ തുന്ദ്ര, തണ്ണീർത്തടം, മരുഭൂമി. ഇവയൊക്കെ എന്താണ്? ആവാസ വ്യവസ്ഥകൾക്ക് എക്സാമ്പിളാണ് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റാണ് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി. എന്താണ് ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, അതായത് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, അതുപോലെ സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ 3 തലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം ജീവമണ്ഡലത്തിൻ്റെ ജൈവ സമ്പന്നതയെ സൂചിപ്പിക്കുന്ന ഈ ഒരു പദം, ജൈവ വൈവിധ്യം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ആരാണ്? വാൾട്ടർ ജി റോസൺ. 1985 1985 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ വാൾട്ടർ ജി റോസൺ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ജൈവ വൈവിധ്യം എന്നുള്ള പദം ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. ഓക്കെ, ഇത്ര ഓർത്തിരിക്കുക. വാൾട്ടർ ജി റോസനും പിന്നെ ജീവബന്ധങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഒരു ജൈവ വൈവിധ്യം എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്യുന്നതെന്നാണ് കാണിച്ചത്. എന്തൊക്കെയുണ്ട്? അവശ്യ വസ്തുക്കളുടെ ലഭ്യത, ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ, അവയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്? സാംസ്കാരിക സേവനങ്ങൾ, എന്താണ്? വിനോദങ്ങൾ, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ, അതിനൊക്കെ സഹായിക്കുന്നു. പിന്നെന്താണ്? പരിസ്ഥിതി സേവനങ്ങൾ, മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയുന്നു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അവയുടെയൊക്കെ സന്തുലനം, ശുദ്ധജല ലഭ്യത, വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥാ നിയന്ത്രണം, ഇതൊക്കെ പരിസ്ഥിതി സേവനങ്ങളാണ്. ഇനി സഹായ സേവനങ്ങളാണെങ്കിൽ അതാണ് പോഷക ചംക്രമണം, പരാഗണനം, ജൈവ നിയന്ത്രണം, വിത്തുവിതരണം. ഇതൊക്കെ ജൈവ വൈവിധ്യം നമുക്ക് തരുന്ന സേവനങ്ങളാണ്. പലതരത്തിലുള്ള
സേവനങ്ങളാണ്. അവശ്യ വസ്തുക്കളുടെ ലഭ്യത, സാംസ്കാരിക സേവനം, പാരിസ്ഥിതിക സേവനം, പിന്നെന്താണ് സഹായ സേവനങ്ങൾ അല്ലേ. ഇതൊക്കെ ജൈവവൈവിധ്യം കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്, നമുക്കുള്ള പ്രയോജനങ്ങളാണ്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത തരത്തിൽ നമുക്ക് പലതരത്തിലുള്ള ജീവികൾ പണ്ടുള്ള പലതും ഇപ്പം ഇല്ലല്ലേ, ശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള കിളികളാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭീഷണി ചോദിക്കുമ്പോൾ ഭീഷണിയിലാണെന്ന് പറയും. എന്താണ് കാരണം? അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതവുമായിട്ടുള്ള പ്രദേശമാണിത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇതിന് മറ്റു പേരുകളാണ് സഹ്യപർവ്വതം, അതുപോലെ സഹ്യാദ്രി തുടങ്ങിയ പേരുകളിലും എന്താണ് ഇവിടത്തെ വനങ്ങളും പുൽമേടുകളും കാവുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ലോകത്ത് തന്നെ അപൂർവമായ ജീവികൾ ഇവിടെ കാണപ്പെടുന്നു. മനുഷ്യന്റെ വിവേകപൂർവ്വമല്ലാത്ത ഇടപെടലുകൾ മൂലം ഇവിടെ എന്താണ് ഈ പ്രദേശം ഇപ്പം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി, നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അണക്കെട്ടുകൾ, പിന്നെന്താണ് ഖനനം, വനസമ്പത്തിൻ്റെ ചൂഷണം, ടൂറിസം, അതൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഈ ജൈവ വൈവിധ്യത്തിന് ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അറബിക്കടലിന് സമാന്തരമായിട്ട് 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത്. സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? പുൽമേടുകൾ, വനങ്ങൾ, കാവുകൾ, ചതുപ്പ് നിലങ്ങൾ, നദികൾ, കുളങ്ങൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാൽ സമൃദ്ധമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ, പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യവും പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടുന്നതെന്നുള്ളത്. സാംസ്കാരിക സേവനങ്ങൾക്കകത്ത് വരുന്നതാണ് വിനോദങ്ങൾ, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ. പിന്നെ സഹായക സേവനങ്ങളാണ് പോഷക ചംക്രമണം, പരാഗണനം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം ഒക്കെ. പിന്നെന്താണ് പാരിസ്ഥിതിക സേവനം, മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയൽ, ശുദ്ധജല ലഭ്യത, കാലാവസ്ഥ, അതുപോലെ വെള്ളപ്പൊക്ക നിയന്ത്രണം, അങ്ങനെയുള്ളത് പഠിക്കണം, ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് സൈലന്റ് സ്പ്രിങ്. അതെന്താണ്? ഒരു പുസ്തകമാണ് അല്ലേ. ആരെഴുതിയ പുസ്തകമാണ്? റേച്ചൽ കഴ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ ഗവേഷക 1962 എഴുതിയ പുസ്തകമാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സൈലന്റ് സ്പ്രിങ് രചിച്ചത് ആരാണ്? റേച്ചൽ കഴ്സൺ ആണ്, അമേരിക്കൻ ഗവേഷകയാണ്. ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കണം, 1962. എന്താണ് ഇതിനകത്ത് പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ DDT പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയാണ് ഇതിനകത്ത് പ്രതിപാദ്യം എന്ന് പറയുന്നത്. DDT ഇൻസെക്ട്സ് ബോംബ് എന്നുള്ള ഓമന പേരുകളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? ചെറു ജന്തുക്കൾ ഉൾപ്പെടെ പക്ഷികളൊക്കെ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. അപ്പോൾ ഇതാണ് നിശബ്ദ വസന്തത്തിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1972 DDT നിരോധിച്ചു അമേരിക്കയിൽ. 1972. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് 1962 ഇത് നിരോധിച്ചത് എന്നാണ് 1972. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു പല ജീവികളും ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. ഈ ഒന്നാമത്തെ ഡോഡോ എന്ന് വെച്ചാൽ ആ പക്ഷി എന്താണ്, പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ്. അത് മൗറീഷ്യസ് ദ്വീപിൽ നേരത്തെ ഒരുപാട് കണ്ടിരുന്ന പക്ഷിയാണ്. പിന്നെ സഞ്ചാരിപ്രാവ്, അത് കൂടുതലായിട്ട് കാണുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ പെടുന്ന സഞ്ചാരിപ്രാവ്. പിന്നെ ആഫ്രിക്കയിൽ കാണപ്പെടുന്നതാണ് എന്ത്, ക്വാഗ്വ. കണ്ടോ, സീബ്ര പോലെ തന്നെ ഇരിക്കുന്നതാണ് ക്വാഗ. അവയൊന്നും ഇപ്പോൾ ഇല്ല. അവയൊക്കെ വംശനാശം സംഭവിച്ചു പോയ ജീവികളാണ്. ഡോഡോ, സഞ്ചാരിപ്രാവ്, പിന്നെ ക്വാഗ. ഡോഡോ കാണപ്പെടുന്നത് മൗറീഷ്യസ് ദ്വീപിലും, സഞ്ചാരിപ്രാവ് അമേരിക്കയിലും, ക്വാഗ കാണപ്പെടുന്നത് ആഫ്രിക്കയിലും. പിന്നെ ഈ സൈലന്റ് സ്പ്രിങ്ങിൻ്റെ കാര്യം ഓർക്കുക. ആരാണ് എഴുതുക? റേച്ചൽ കഴ്സൺ, അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയാണ്. പിന്നെ 1962 പ്രസിദ്ധീകരിച്ചത്. പ്രധാന പ്രതിപാദ്യ വിഷയം DDTയുടെ അത് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അങ്ങനെ DDT അമേരിക്കയിൽ നിരോധിച്ചത് 72. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പലതരത്തിലുള്ള ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവികൾ, അത് പറയാൻ വിട്ടുപോയതാണ്. ഏതൊക്കെയാണ്? അശോകമരം, മരമഞ്ഞൾ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ. ഇവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് കേട്ടോ. അപ്പോൾ മുമ്പേ പറഞ്ഞ 3 ഇപ്പോൾ വംശനാശ ഇല്ല, അവ ജീവിച്ചിരിപ്പില്ല. അതായത് അവ ഇപ്പം ഇല്ലാത്ത ജീവികളാണ്. അതായത് വംശനാശം സംഭവിച്ചു കഴിഞ്ഞ ജീവികളാണ് ഡോഡോ, സഞ്ചാരിപ്രാവ്, ക്വാഗ. ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നതാണ് ഇപ്പോൾ പറഞ്ഞ അശോകമരം, മരമഞ്ഞൾ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ. മാറിപ്പോകരുത് കേട്ടോ. ഇത് വംശനാശ ഭീഷണി നേരിടുന്നത്. മുമ്പേ പറഞ്ഞ 3 ഇപ്പം ഇല്ല. വംശനാശ ഭീഷണി നേരിട്ട് അവർക്ക് നാമാവശേഷമായതാണ്.
ഇനി അടുത്തൊരു പോയിന്റാണ് റെഡ് ഡേറ്റ ബുക്ക്. എന്താണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്? വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് IUCN എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പോൾ വംശനാശ ഭീഷണികളെ നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും വിവരങ്ങൾ ഈ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികപ്പെടുത്തുന്നുണ്ട്. അതിനെയാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ചില രാജ്യങ്ങളിൽ സ്വയം അവർ തന്നെ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ജൈവവൈവിധ്യ ശോഷണം എത്രത്തോളം മനസ്സിലാക്കാമെന്ന് ഈ ഒരു ഇത് നമുക്ക് സഹായിക്കും. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. IUCN ആരാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. പിന്നെ ജൈവവൈവിധ്യത്തിൻ്റെ കണ്ട് അറിയുക, ഉപയോഗിക്കുക, സംരക്ഷിക്കുക, ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നുണ്ട് പടം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2 തരത്തിൽ നമുക്ക് ഈ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാം. അതിലൊന്നാമത്തതാണ് ഇൻസിറ്റു കൺസർവേഷൻ, അടുത്തത് എന്താണ്? എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ അത് പല രീതിയിലുണ്ട്. അതിലൊന്നാമത്തതാണ് വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ നാഷണൽ പാർക്കുകൾ, പിന്നെ കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇതൊക്കെ എന്താണ്? ഇൻസിറ്റ് കൺസർവേഷൻ എക്സാമ്പിളാണ്. അതിനുള്ളിൽ തന്നെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത് വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണിത്. എക്സാമ്പിൾ ഞാൻ പറയാം. പേപ്പാറ, പെരിയാറ്, വയനാട് തുടങ്ങിയവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? വന്യജീവി സങ്കേതങ്ങൾക്ക് എക്സാമ്പിളാണ്. അത് ഇൻസിറ്റു കൺസർവേഷനാണ്. ഇനി അടുത്തതാണ് നാഷണൽ പാർക്കുകൾ. അവിടെ എങ്ങനെയാണ്? ഈ നാഷണൽ പാർക്കിലാണെങ്കിൽ ഈ വന്യജീവി സംരക്ഷണത്തോടൊപ്പം അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ അവയെ കൂടി സംരക്ഷിക്കുന്നതിനെയാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. വന്യജീവി സങ്കേതത്തിൽ ജീവികളെ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്? ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും കൂടി സംരക്ഷിക്കപ്പെടുന്നതാണ് നാഷണൽ പാർക്കുകൾ. അതേതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല അവയൊക്കെ നാഷണൽ പാർക്കുകൾക്ക് എക്സാമ്പിളാണ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? വന്യജീവി സങ്കേതത്തിൽ ജീവികളെ മാത്രമേ ഉള്ളൂ. ഇവിടെ ആകുമ്പം പിന്നെ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും കൂടി സംരക്ഷിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തതാണ് കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞാൽ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജനവാസ കേന്ദ്രങ്ങളായിരിക്കും, പക്ഷെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവ്. അപ്പോൾ ഈ പറഞ്ഞ 3 എണ്ണം ഇൻസിറ്റു കൺസർവേഷൻ, അത് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നത്. എക്സാമ്പിൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും വരുന്നതാണ് ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും ജനിതക സ്രോതസ്സിനെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവ്? നീലഗിരി, അഗസ്ത്യമല എന്ന 2 ബയോസ്ഫിയർ റിസർവുകൾ കേരളത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് കാവുകൾ. കാവുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ സസ്യ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന അധികം വിസ്തൃതി ഇല്ലാത്ത ജൈവമേഖലയാണ് കാവുകൾ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ട് ഇവിടെയാണ് നമ്മുടെ പാലക്കാട് മേഖലയിലൊക്കെ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട് കാവുകൾ. ഇപ്പോൾ നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതാണ് കാവുകൾ. ഇനി അടുത്തതാണ് അടുത്തതാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ എന്താണ്? തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതുമായ ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ്യ മേഖലകളെയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട നമുക്ക് ഇപ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ. 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 എണ്ണം ഇന്ത്യയിലാണ്. ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമൻ മേഖല. അതാണ് പ്രധാനപ്പെട്ട ഇക്കോ സ്പോട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇവയൊക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ, അതിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നതാണ്. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇവയൊക്കെ സംരക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക, എക്സാമ്പിൾ ഓർത്തിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ വന്യജീവി സങ്കേതം ആകുമ്പോൾ പേപ്പാറ, പിന്നെ പെരിയാറ്, വയനാട്. പിന്നെ നാഷണൽ പാർക്ക് ആകുമ്പോൾ ആനമുടിച്ചോല, ഇരവികുളം, സൈലന്റ് വാലി. അങ്ങനെ കമ്മ്യൂണിറ്റി റിസർവ് ആണെങ്കിൽ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ് നമ്മുടെ നീലഗിരി, അഗസ്ത്യമല ഒക്കെ. കാവുകൾ പല സ്ഥലത്തും നമുക്ക് അറിയാം കാണുന്നത്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് പ്രധാനമായിട്ട് ഇന്ത്യയിൽ 3 എണ്ണമാണ്. പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമൻ മേഖല. അത്രയാണ് എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞാൽ IUCNന്റെ കാര്യം പറഞ്ഞു. IUCNന്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ. ജൈവവൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് IUCN. അതുപോലെ തന്നെ അടുത്തതാണ് എന്താണ്? WWF, എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ജൈവവൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടി
സംരക്ഷണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും ഒക്കെ തടയാൻ വേണ്ടിയുള്ള സംഘടനയാണ് WWF. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഈ രണ്ട് സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. IUCNൻ്റെയും WWFൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. WWFൻ്റെ സിമ്പിൾ കണ്ടോ, ഭീമൻ പാണ്ടയാണ് അതിൻ്റെ ലോഗോ എന്ന് അറിയപ്പെടുന്നത്. അതും പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ആണ്, ഉള്ളിൽ സംരക്ഷിക്കുക. അതുപോലെ തന്നെ അടുത്തതാണ് എക്സിറ്റു കൺസർവേഷൻ, അതായത് ആവാസ വ്യവസ്ഥകളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ. എന്താണ് സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ? വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വനമേഖലകൾ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ അവിടെയൊക്കെ എന്തുണ്ട്? സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്താണ്? ഈ വൈവിധ്യമാർന്ന സ്പീഷീസുകളും അപൂർവവുമായിട്ടുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ കോഴിക്കോട് ഒളവണ്ണ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. അവ രണ്ടും ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സാമ്പിളാണ്. ഇനി അടുത്ത ജീൻ ബാങ്ക്. ജീൻ ബാങ്ക് എന്താണ്? വിത്തുകളും അതുപോലെ തന്നെ ബീജങ്ങളും ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുള്ള സംവിധാനം ഉള്ളതാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യാനുസരങ്ങൾ അവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാൻ കഴിയും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്തുള്ളത്. അത് ജീൻ ബാങ്കും എന്തിന് എക്സാമ്പിളാണ്? എക്സിറ്റു, അതായത് പുറത്ത് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ് ജീൻ ബാങ്ക്. അപ്പോൾ ആ മൂന്നെണ്ണം ഓർത്തിരിക്കുക. എക്സിറ്റു കൺസർവേഷനാണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ. സുവോളജിക്കൽ ഗാർഡനകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡന്, പിന്നെ ഒളവണ്ണയിലുള്ളത് കോഴിക്കോട് ഒളവണ്ണയിലുള്ള മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ജീൻ ബാങ്കുകൾ എക്സാം നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഒന്നും കളയാനില്ല. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തവണ PSC ചോദിക്കാറുള്ളതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ ഒന്നും മിസ്സാക്കാണ്ട് പഠിക്കുക. ഇതിലൊക്കെ എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. ഇപ്പോൾ എക്സിറ്റു, ഇൻസിറ്റു അതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ള എക്സാമ്പിൾ സഹിതം പഠിക്കണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ആ ജീവിബന്ധങ്ങൾ, പിന്നെ പോഷകതലങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ആവാസ വ്യവസ്ഥ, പിന്നെ ആ റിച്ചർ കട്ട്സൻ്റെ നിശബ്ദ വസന്തം, അത് പിന്നെ എന്താണ് വംശനാശം സംഭവിച്ച ജീവികളും ഇപ്പം സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള ജീവികൾ, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പലതരത്തിലുള്ള എന്താണ് കൃഷി മേഖലകൾ അല്ലേ, കന്നുകാലി വളർത്തൽ, പിന്നെ എന്താണ് മത്സ്യകൃഷി, അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഇനങ്ങളും പലതരത്തിലുള്ള ഇനങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.